വയനാട് സിപ്പ് ലൈനിൽ അപകടം എന്ന രീതിയിൽ വ്യാജ പ്രചാരണം. AI ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് ഈ വ്യാജ പ്രചാരണം. നവമാധ്യമ പ്രൊഫൈലുകൾ നിരീക്ഷിച്ച പോലീസ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്ത. ആദ്യം നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം. പിടിച്ചു നിൽക്കൂ. ശരി, റെഡിയാണോ? പോക്കാം. സ്ലൈഡ്. വയനാട് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേർന്ന്. സുർജിത്ത്, ഇത്തരം ഒരു വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചവരുടെ ലക്ഷ്യം എന്തായിരുന്നു? SKN എങ്ങനെ ഈ സാങ്കേതിക വിദ്യയെ ദുരുപയോഗം ചെയ്യാമെന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇത്തരത്തിലൊരു സംഭവം. അത് വയനാടിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണം നടക്കുന്നത്. പല ഇൻസ്റ്റാഗ്രാം പേജുകളിലും ഇന്നലെ ഇത് നടന്നു, അതായത് ഇത്തരത്തിലൊരു അപകടം നടന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രചാരണം തുടരുന്നത്. ഇന്നലത്തെ ഡേറ്റ് അടക്കം ഉണ്ട്. ഇത് വ്യാജമായി നിർമ്മിച്ച വീഡിയോ ആണെന്നുള്ള തരത്തിൽ പോലീസ് അതിന്റെ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ പ്രചരണം നടത്തി വരുന്ന ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുകളെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഇത് ആരാണ്, ഏത് ഉറവിടത്തിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഒരാൾ ഒരു കുട്ടിയെയും എടുത്തുകൊണ്ട്, ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്, കുട്ടിയെ എടുത്തുകൊണ്ട് സിപ്പ് ലൈനിൽ കയറാൻ ഒരു തരത്തിലും അനുവദിക്കാത്ത രീതിയുണ്ട്. പക്ഷേ ഇത് ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുന്നു, അതിന് പിറകിൽ അതിന്റെ ഇൻസ്ട്രക്ഷൻ നൽകി ഒരാൾ നിൽക്കുന്നു, അയാൾ താഴേക്ക് പതിക്കുന്നു. ഇത് അപകടത്തിൽപ്പെടുന്ന രീതിയിലുള്ള അത്തരം സംഭാഷണം അടക്കം ഉൾപ്പെടുത്തിയുള്ള AI വീഡിയോ ആണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള അങ്കലാപ്പ് പൊതുവെ ഈ ടൂറിസം മേഖലയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പോലീസ് ഇതിന്റെ പിറകെ തന്നെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യാന്വേഷണ വിഭാഗം അടക്കം ഇത് നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഇത് ഏതൊക്കെ പ്രൊഫൈൽ വഴിയാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം തുടർച്ചയായി നടക്കുന്നതടക്കം പ്രചരിക്കുന്നുണ്ട്. ചൂരന്മല മുണ്ടക്കൈ ദുരന്താനന്തരം ഇവിടുത്തെ ടൂറിസം മേഖല ശക്തിപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ സിപ്പ് ലൈനിൽ നടക്കുന്നു, അപകടം നടക്കുന്നു എന്നുള്ള രീതിയിൽ സംഭവിക്കുന്നത്. സ്വാഭാവികമായും അത് ഇവിടുത്തെ ടൂറിസം മേഖലയെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് AI വ്യാജ നിർമ്മിതമായി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചാരണത്തിനെതിരെ വലിയ രീതിയിലുള്ള അമർഷവും പ്രതിഷേധവും ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഇതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും ഇത് ഉണ്ടാക്കിയ ആളുകളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് അത് വയനാടിനെ ബാധിക്കുന്ന വിധത്തിൽ വയനാട്ടിൽ ഇത് സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. അത് തന്നെയാണ് പ്രതിഷേധാർഹമായ കാര്യം. ടൂറിസം മേഖലയ്ക്ക് അടക്കം ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണമാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കർശന നടപടിയിലേക്ക് പോലീസ് കടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതും. ഓക്കെ, സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, AIക്ക് അപാരമായ സാധ്യതകളുടെ ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പല ചിത്രങ്ങളും പല വീഡിയോകളും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നമ്മളിതൊക്കെ പെട്ടെന്ന് എടുത്തിയാടി ഇതിനോടൊക്കെ പ്രതികരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഈ വയനാടിൻ്റെ ടൂറിസത്തെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ കർക്കശമായ നടപടി സർക്കാർ കൈക്കൊള്ളണം. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കേരളത്തിലെ ടൂറിസമാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.